ഇന്ത്യയിലെ ആത്മീയതയുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന അതുല്യ സൃഷ്ടി കണ്ടിട്ടുണ്ടോ? വെള്ളിയാങ്കിരി മലനിരകളുടെ പശ്ചാത്തലത്തിൽ നീലാകാശത്തിന് താഴെ തലയുയർത്തി നിൽക്കുന്ന ആദിയോഗി എന്ന മഹാവിസ്മയം കേവലം ഒരു പ്രതിമയല്ല. അത് ആത്മീയതയുടെയും വാസ്തുവിദ്യയുടെയും ആധുനിക എഞ്ചിനീയറിംഗിന്റെയും അത്യപൂർവമായ ഒരു സംഗമമാണ്. കോയമ്പത്തൂരിലെ ഈശ ഫൗണ്ടേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ 112 അടി ഉയരമുള്ള വിസ്മയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ഒരു യാത്രാ വിവരണത്തിലൂടെ നമുക്ക് കടന്നുപോകാം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വെള്ളിയാങ്കിരി മലനിരകൾ ദക്ഷിണ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മലനിരകളുടെ അടിവാരത്തിൽ പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആദിയോഗി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. 112 അടി എന്ന ഉയരത്തിനു പിന്നിൽ വലിയൊരു ദർശനമുണ്ട്. മനുഷ്യശരീരത്തിലെ 112 ചക്രങ്ങളെയും ഒരാൾക്ക് തന്റെ പരിമിതികളിൽ നിന്ന് മുക്തി നേടാനായി യോഗശാസ്ത്രം വിഭാവനം ചെയ്യുന്ന 112 മാർഗങ്ങളെയും ഈ ഉയരം പ്രതിനിധീകരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ, ലാർജസ്റ്റ് ബസ്റ്റ് സ്കൾപ്ചർ എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഈ രൂപം 500 ടൺ ഉരുക്കിലാണ് സ്റ്റീൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 2.5 വർഷത്തോളം നീണ്ട കഠിനമായ പ്രയത്നത്തിനൊടുവിലാണ് ആദിയോഗിയുടെ മുഖത്തിന്റെ ആ ഭാവം പൂർണ്ണതയിലെത്തിയത്. ഭൂമധ്യരേഖയ്ക്ക് 11 ഡിഗ്രി അക്ഷാംശത്തിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കേവലം യാദൃശ്ചികമല്ല. ഭൂമിശാസ്ത്രപരമായി മനുഷ്യന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനമാണിതെന്ന് പറയപ്പെടുന്നു. നാം ആരാധിക്കുന്ന ഭഗവാൻ ശിവൻ യോഗശാസ്ത്രത്തിൽ ഒരു ദേവനല്ല, മറിച്ച് യോഗവിദ്യ ആദ്യമായി ലോകത്തിന് പകർന്നു നൽകിയ ഗുരുവാണ്. സപ്തർഷികൾക്ക് യോഗയുടെ രഹസ്യങ്ങൾ പകർന്നു നൽകിയ ആ ആദിഗുരു വിനെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രതിമയുടെ നെറ്റിയിലെ 3-ാം കണ്ണ് ജ്ഞാനത്തെയും കഴുത്തിലെ പാമ്പ് ഉണർന്നിരിക്കുന്ന കുണ്ടലിനി ശക്തിയെയും സൂചിപ്പിക്കുന്നു. ഓരോ സന്ദർശകനും തന്റെയുള്ളിലെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രചോദനമായാണ് ഈ രൂപം വിഭാവനം ചെയ്തിരിക്കുന്നത്. സന്ധ്യ മയങ്ങുന്നതോടെ ആദിയോഗി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. ആദിയോഗി ദിവ്യദർശനം എന്ന പേരിൽ നടക്കുന്ന പ്രൊജക്ഷൻ മാപ്പിംഗ് ഷോ ലോകപ്രശസ്തമാണ്. അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രതിമയുടെ മുകളിൽ തെളിയുന്ന ദൃശ്യങ്ങൾ യോഗയുടെ ഉത്ഭവത്തെയും സപ്തർഷികളുടെ കഥയെയും മനോഹരമായി വിവരിക്കുന്നു. ശബ്ദവും വെളിച്ചവും മലനിരകളിൽ നിന്നുള്ള കാറ്റും ചേരുമ്പോൾ അത് സന്ദർശകർക്ക് ഒരു അതീന്ദ്രിയ അനുഭവം സമ്മാനിക്കുന്നു. പ്രതിമയ്ക്ക് മുന്നിലുള്ള യോഗേശ്വർ ലിംഗത്തിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കാനും സമീപത്തുള്ള ധ്യാനലിംഗത്തിലും ലിംഗഭൈരവി ക്ഷേത്രത്തിലും ശാന്തമായി ഇരിക്കാനും സാധിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. സന്ദർശകർക്ക് ആദിയോഗി വസ്ത്രം സമർപ്പിക്കാനും ജലശുദ്ധി വരുത്താനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പ്രതിമയുടെ അടുത്തേക്ക് കാളവണ്ടികളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ സഹായിക്കുന്നു. തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തതയും ആത്മീയതയും തേടുന്ന ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടമാണ് ആദിയോഗി. ആ ഗാംഭീര്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്ന നിശബ്ദത ഏതൊരു പ്രസംഗത്തെക്കാളും വാചാലമാണ്. നിങ്ങളുടെ അടുത്ത യാത്ര കോയമ്പത്തൂരിലേക്കാണെങ്കിൽ ആദിയോഗിയുടെ ഈ അദ്ഭുത ലോകം കാണാൻ മറക്കരുത്.